പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. 2009 മുതൽ 2013 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള BA, BSc, BCom തുടങ്ങിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ മെയ് 13 ആരംഭിക്കുകയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 2009 മുതൽ 2013 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാരുടെ പരീക്ഷയാണ് മെയ് 13 വരുന്നത്. 5ാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ്. SDE അതല്ലെങ്കിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയല്ല. റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ മെയ് 13 ആരംഭിക്കുകയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഹാൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചുരുക്കം ചില സീരീസുകളിലേതാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെങ്കിലും വരും ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ സീരീസുകളുടെയും ഹാൾ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങും. എങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹാൾ ടിക്കറ്റ് ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പ്രിൻ്റ് എടുക്കേണ്ടതുണ്ട്. ഫോട്ടോ ഒട്ടിച്ച് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ടായേക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനു കൂടി സമയം കണ്ട് നേരത്തെ തന്നെ ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കണം. ഓക്കെ, നേരത്തെ തന്നെ ഹാൾ ടിക്കറ്റ് എടുത്തു വെക്കണമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പരീക്ഷാ ഫീസ് അടച്ചതിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ, അതുപോലെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ആവശ്യമായ സമയം കൂടി കാണണം എന്ന നിലയ്ക്കാണ് നേരത്തെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. പരീക്ഷയുടെ അടുപ്പിച്ച് അല്ലെങ്കിൽ പരീക്ഷയുടെ അന്ന് രാവിലെയൊന്നും പോയി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകരുത്. നേരത്തെ തന്നെ എല്ലാവരും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഹാൾ ടിക്കറ്റിൽ ടൈം ടേബിളൊന്നും ഉണ്ടാവില്ല. പരീക്ഷ എഴുതാനുള്ള ടൈം ടേബിൾ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് ദിവസമാണ് വരുന്നതെന്ന് നോക്കേണ്ടത്. അതനുസരിച്ച് ഹാൾ ടിക്കറ്റുമായിട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് പരീക്ഷ ഏത് ദിവസമായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവില്ല. ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ഏത് പേപ്പറാണോ എഴുതാനുള്ളത് അതിൻ്റെ വിവരങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതലാണ് ആരംഭിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെമിനാർ ഹാളിലാണ് പരീക്ഷ നടക്കുന്നത്. കഴിയുന്നതും പരീക്ഷയ്ക്ക് 1 മണിക്കൂർ മുമ്പ് തന്നെ പരീക്ഷാ ഹാളിലെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈപ്പാസിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നത് കാരണം റോഡ് ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതാനുള്ള എല്ലാവരും കൃത്യമായി പഠിച്ചു തന്നെ പരീക്ഷ എഴുതേണ്ടതുണ്ട്. വെറുതെ യൂണിവേഴ്സിറ്റി പാസ്സാക്കുന്ന രീതിയൊന്നുമില്ല. വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നതാണല്ലോ എന്ന് കരുതി പഠിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോകരുത്. കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതാൻ പറ്റൂ. അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. 2009 മുതൽ 2013 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടേത് ഒരേ സിലബസിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ഏതെങ്കിലും വർഷത്തെ സിലബസിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് വർഷം ചേർന്നിരിക്കുന്ന ആളാണ് എന്ന് ചോദിക്കും. ഉദാഹരണത്തിന് 2009 ചേർന്ന ആൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല 2011 ചേർന്നിരിക്കുന്ന ആളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ 2009 ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് അവരെ ചോദിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് തരിക. 2011 ചേർന്നവരുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് തന്നാൽ 2011 ക്വസ്റ്റ്യൻ പേപ്പർ തരും. 2009 മുതൽ 2013 വരെ സിലബസ് ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു സബ്ജക്റ്റ് പരീക്ഷ എഴുതാനിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കാനാണ് സാധ്യത. ഓക്കെ, പരീക്ഷ എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.